പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിയ മാസങ്ങൾ നീണ്ട സൈനിക നടപടികൾക്ക് താൽക്കാലിക വിരാമം കുറിച്ചുകൊണ്ട് ഇറാനെതിരെയുള്ള ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക ആക്രമണഘട്ടം അവസാനിച്ചതായി അമേരിക്ക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് ബുധനാഴ്ച രാവിലെ വാഷിംഗ്ടണിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അമേരിക്ക വിഭാവനം ചെയ്ത സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചതായും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ആക്രമണത്തേക്കാൾ ഉപരിയായി പ്രതിരോധത്തിനും നയതന്ത്ര നീക്കങ്ങൾക്കുമായിരിക്കും മുൻഗണനയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ കുറെ നാളുകളായി ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും സൈനിക ഇൻഫ്രാസ്ട്രക്ചറിനെയും ലക്ഷ്യം വെച്ച് അമേരിക്ക നടത്തിവന്ന അതിതീവ്രമായ വ്യോമാക്രമണങ്ങളും അതീവ രഹസ്യമായ പ്രത്യേക ഓപ്പറേഷനുകളുമാണ് ഈ ദൗത്യത്തിന് കീഴിൽ അരങ്ങേറിയത്. ഇറാന്റെ ആണവ നിലയങ്ങൾ, സൈനിക കമാൻഡ് സെന്ററുകൾ, ലോകമെമ്പാടും ഭീതി ഡ്രോൺ നിർമ്മാണശാലകൾ എന്നിവയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ വരുത്താൻ ഈ സൈനിക നടപടിയിലൂടെ സാധിച്ചുവെന്നാണ് പെന്റഗൺ അവകാശപ്പെടുന്നത്. ഇറാന്റെ സൈനിക ശേഷിയെ ഗണ്യമായി ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ അമേരിക്ക വിജയിച്ചതായാണ് സൈനിക വൃത്തങ്ങളുടെ വിലയിരുത്തൽ. എങ്കിലും ഈ പ്രഖ്യാപനം ഒരു പൂർണ്ണമായ പിൻവാങ്ങലല്ല, മറിച്ച് യുദ്ധതന്ത്രത്തിൽ വരുത്തിയ വലിയൊരു മാറ്റമായാണ് നിരീക്ഷകർ കാണുന്നത്. നിലവിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിലും ഇറാൻ ഇനിയും പ്രകോപനപരമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ ശക്തമായി തിരിച്ചടി നൽകാൻ അമേരിക്ക മടിക്കില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ കർശനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധമുഖത്തു നിന്നുള്ള ശ്രദ്ധ ഇനി ലോകത്തിന്റെ ജീവനാഡിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹോർമുസ് കടലിടുക്കിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ആഗോള എണ്ണ വിപണിയുടെയും ചരക്ക് ഗതാഗതത്തിന്റെയും സിരയായി അറിയപ്പെടുന്ന ഈ പ്രദേശം നിലവിൽ ഇറാന്റെ ഭാഗികമായ നിയന്ത്രണത്തിലാണ് എന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്ക് കാരണമാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുഗമമായ ചരക്ക് നീക്കം തടസ്സമില്ലാതെ ഉറപ്പാക്കുക എന്നതിനാണ് അമേരിക്ക തങ്ങളുടെ പുതിയ പ്രതിരോധ ഘട്ടത്തിൽ മുൻഗണന നൽകുന്നത്. ഇതിന്റെ ഭാഗമായി മേഖലയിൽ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനായി തങ്ങളുടെ കരുത്തുറ്റ കപ്പൽ പടയെയും സഖ്യകക്ഷികളെയും ഈ തന്ത്രപ്രധാനമായ പാതയിൽ വിന്യസിക്കാനാണ് അമേരിക്കൻ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ഇറാൻ അംഗീകരിക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് എല്ലാ കപ്പലുകൾക്കുമായി തുറന്നു കൊടുക്കണമെന്നും US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ശക്തമായി ആവശ്യപ്പെട്ടു. ഈ നയതന്ത്ര നീക്കങ്ങളിലൂടെ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയ്ക്ക് പരിഹാരം കാണാമെന്നാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത്. അമേരിക്കൻ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും ഈ പ്രഖ്യാപനം മേഖലയിൽ പൂർണ്ണമായ സമാധാനം കൊണ്ടുവരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. സൈനിക ആക്രമണങ്ങൾ നിർത്തിയതായി വ്യക്തമാക്കിയപ്പോഴും യുദ്ധം അവസാനിച്ചു എന്ന പദപ്രയോഗം നടത്താൻ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ തയ്യാറായില്ല എന്നത് നയതന്ത്ര മേഖലയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. വിഭാവനം ചെയ്ത സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തിയായതിനാൽ ഇനി നേരിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാവില്ലെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ സുരക്ഷയ്ക്കോ അവരുടെ സഖ്യകക്ഷികൾക്കോ നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായാൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചടിക്കുമെന്ന കർശനമായ മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് കാര്യങ്ങൾ ഒരു പൂർണ്ണമായ സമാധാന ഉടമ്പടി എന്നതിലുപരിയായി കേവലം ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ അതീവ ജാഗ്രതയുള്ള ഒരു നിരീക്ഷണ ഘട്ടത്തിലേക്കാണ് മാറുന്നത് എന്നതാണ്. ചുരുക്കത്തിൽ യുദ്ധമുഖത്തെ പുകച്ചിൽ അടങ്ങിയെങ്കിലും ഏതു നിമിഷവും ആളിപ്പടരാവുന്ന ഒരു സാഹചര്യം പശ്ചിമേഷ്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയുടെ ഈ നിർണായക പ്രഖ്യാപനങ്ങൾക്കിടയിലും പശ്ചിമേഷ്യൻ രാഷ്ട്രീയം അതീവ സങ്കീർണമായി തുടരുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകൾക്കും തങ്ങളുടെ മുൻകൂർ അനുമതി വേണമെന്ന കർക്കശമായ നിലപാടിൽ ഇറാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഇതിനു പുറമെ അമേരിക്ക സിവിലിയൻ ബോട്ടുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു എന്ന ഗുരുതരമായ ആരോപണവും ഇറാൻ ഉന്നയിച്ചിട്ടുണ്ട്. US പ്രഖ്യാപനത്തിന് പിന്നാലെ നയതന്ത്ര പിന്തുണ തേടിക്കൊണ്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി ചൈനയിലേക്ക് യാത്ര തിരിച്ചത് ഈ പ്രതിസന്ധിയിൽ ചൈനയുടെയും റഷ്യയുടെയും ഇടപെടൽ ശക്തമാകുന്നതിന്റെ സൂചനയാണ്. ഹോർമുസ് കടലിടുക്കിലെ ഈ അനിശ്ചിതത്വം ആഗോള ക്രൂഡ് ഓയിൽ വിലയെ ബാധിക്കുമെന്നതിനാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ ജാഗ്രതയോടെയാണ് ഈ നീക്കങ്ങളെ നിരീക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ അമേരിക്കയുടെ ഈ പുതിയ തന്ത്രം മേഖലയിൽ സമാധാനം കൊണ്ടുവരുമോ അതോ നിശബ്ദമായ മറ്റൊരു യുദ്ധത്തിന്റെ തുടക്കമാകുമോ എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകൂ. സൈനിക ബലത്തേക്കാൾ ഉപരിയായി സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും നയതന്ത്ര സമ്മർദ്ദങ്ങളിലൂടെയും ഇറാനെ വരുതിയിലാക്കാനായിരിക്കും ഇനി വാഷിംഗ്ടണിന്റെ ശ്രമം.